ഹായ് ഹലോ കൂട്ടുകാരെ, ഞാൻ വീണ്ടും എത്തി എൻ്റെ ചക്കു കുഞ്ഞൂസുമായിട്ട് നിങ്ങൾക്കരികിലേക്ക് വീണ്ടും എത്തി. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന വിഷയമായിട്ട് എൻ്റെ ചാനലിലൂടെ സംസാരിക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ മാറ്റിവെച്ചൊരു കാര്യമായിരുന്നു. 2 തവണ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു സംസാരമായിട്ട് നിങ്ങളുടെ അരികിൽ വരാൻ കാരണം, രാവിലെ ഫേസ്ബുക്ക് തുറന്നു നോക്കിയപ്പോൾ അതിൽ അനുജ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു പോസ്റ്റ് കാണുകയുണ്ടായി. വിശദമായ കുറച്ചേറെ കാര്യങ്ങളുണ്ട് അതിൽ 2 ദിവസമായിട്ട് നമ്മുടെ ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഫോട്ടോ എടുത്തിട്ടിട്ടാണ് അവർ കാര്യകാരണ സഹിതം കുറേ കാര്യങ്ങൾ അവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഈ വ്യക്തി അപ്പോൾ തന്നെ അതിൻ്റെ അടി വന്ന് കമൻസ് ഇട്ടിട്ടുണ്ട്, എൻ്റെ ഫോട്ടോ എടുത്ത് മാറ്റണം, എൻ്റെ ഫോട്ടോ വെച്ച് നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്, ഷീ ഈസ് വെരി സ്ട്രോങ്, ഹാർട്സ് ഓഫ് മൈ സിസ്റ്റർ, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ ആ സാഹചര്യത്തിനും ഇങ്ങനെ ഒരു വീഡിയോ നീ ചെയ്തതിനും നിനക്ക് ഒരുപാടേറെ നന്ദി ഞാൻ പറയുന്നു ഈ സമയത്ത്. കാരണം ആർക്കെങ്കിലും ഒക്കെ വേണ്ടി സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ പുള്ളി പറയുന്നുണ്ട് എൻ്റെ ഫോട്ടോ എടുത്ത് മാറ്റണം. അപ്പം അവർ പറയുന്നുണ്ട്, ഞാൻ പബ്ലിക്കായിട്ട് നിങ്ങളിട്ടൊരു ഫോട്ടോ എടുത്താണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഒരു കാര്യം ചെയ്യിക്കൊണ്ട് കേസ് കൊടുക്കാൻ. ഇനി അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. അപ്പോൾ 2 ദിവസമായിട്ട് നമ്മുടെ രേണുസുതിയാണ്, 2 ദിവസമല്ല കുറച്ചേറെ ദിവസങ്ങളായി രേണുസുതിയാണ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്, നമ്മുടെ യൂട്യൂബുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമായിട്ട് നിൽക്കുകയാണ്. 2 ദിവസമല്ലല്ലേ, ഏറെക്കാലമായിട്ട് യൂട്യൂബുകളിൽ നിറഞ്ഞു നിൽക്കുന്ന താരം രേണുസുതിയാണ്. ഇപ്പോൾ വീടിനെ പറ്റിയുള്ള പ്രശ്നമാണല്ലോ. അപ്പോൾ ആ വീട് വെച്ച് കൊടുത്ത വ്യക്തിയെ പറ്റിയുള്ള ഒരു പോസ്റ്റാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പം ആ പെൺകുട്ടി ചോദിച്ചിരിക്കുന്നു, നമ്മൾ ദാനം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ ദാനം കൊടുക്കേണ്ടത്, അല്ലേ? അല്ലാതെ നമ്മൾ ഉപയോഗിച്ച് ചീത്തയായിപ്പോയി ഒരു വസ്തു അല്ല ദാനം കൊടുക്കണ്ടേ. ഇദ്ദേഹം രേണുസുതിക്ക് വീട് വെച്ച് കൊടുത്തു എന്ന് പറയുന്നത്, അതിൻ്റെ പേരൊന്നും ഞാനിവിടെ പറയുന്നില്ല, അതെൻ്റെ വിഷയമല്ല. അദ്ദേഹം വീട് വെച്ച് കൊടുത്തു, ഒരാൾ ദാനമായിട്ട് വസ്തു കൊടുത്തു. ദാനമായിട്ട് വസ്തു കൊടുത്ത വ്യക്തി പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഇദ്ദേഹം വീട് വെച്ച് കൊടുത്തു. അപ്പോൾ ഇദ്ദേഹത്തിന് അവിടെ ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. ഫേസ്ബുക്ക് സ്വന്തമായിട്ടൊരു ഗ്രൂപ്പുണ്ട്. അതിൽ കുറച്ച് അതായത് നമ്മുടെ കെട്ടിടം, അതായത് വീട് വെക്കുന്ന ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ കൂട്ടിക്കൊണ്ടുള്ളൊരു ഇതാണ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം എക്സ്പ്ലെയിൻ ചെയ്ത് കാടുകയറി പോവും. അപ്പം അങ്ങനെയുള്ളൊരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ അദ്ദേഹത്തിനെതിരായി ആരൊക്കെ സംസാരിക്കുന്നു അവരെയൊക്കെ ബ്ലോക്ക് ചെയ്ത് അവരെയൊക്കെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മെയിൻ കലാപരിപാടിയാണ്. ഇദ്ദേഹമാണ് ആ ഗ്രൂപ്പിൻ്റെ അഡ്മിനും, ഇദ്ദേഹം തന്നെയാണ്. അപ്പം ഈ പെൺകുട്ടിയും ഈ ഗ്രൂപ്പിലുണ്ടായിരുന്നതാണ്. ആ പെൺകുട്ടി മാത്രമല്ല, ആ പെൺകുട്ടിയുടെ പോസ്റ്റിനടി വന്ന് കുറച്ചേറെ ആൾക്കാർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ നാട്ടുകാരെ നിന്ന് പിടിച്ചു കൂട്ടിയ പണത്തിന് നിങ്ങളൊരു വീട് വെച്ച് കൊടുത്തു, ആ വീട്ടിന് പോരായ്മ ഉണ്ടായിട്ടല്ലേ രേണുസുതി പറഞ്ഞത് അത് ചോരുന്നു അല്ലെങ്കിൽ ഇന്ന പ്രശ്നമുണ്ടെന്ന് പറഞ്ഞത്. ആ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനെ ലോകരുടെ മുഴുവൻ മുന്നിൽ ഏറ്റവും മോശക്കാരിയായിട്ട് ചിത്രീകരിച്ചത് ഒരു തെറ്റല്ലേ? അത് ശരിയാണോ നിങ്ങൾ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അതിനടി വന്നൊരു പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ എന്തിനാണ് ഇക്കാനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്? രേണുസുതിയുടെ വീട് പൂർത്തിയാക്കാൻ പൈസയില്ലാഞ്ഞിട്ട് സ്വന്തം കയ്യിൽ നിന്ന് വരെ കാശെടുത്ത് അല്ലേ ആ വീട് പണി പൂർത്തിയാക്കി കൊടുത്തതെന്ന്. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്ന മറുപടിയാണ്, നിങ്ങൾക്ക് എന്തറിയാം വീട് പണിയുന്നതിനെ പറ്റി? സ്വന്തമായിട്ട് നാട്ടുകാരിൽ നിന്ന് കിട്ടിയ കാശ് മുഴുവൻ വെച്ചിട്ട് വീട് പണിക്ക് തികയാഞ്ഞിട്ടാണോ സ്വന്തം ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിനും സ്വന്തം ഓഫീസ് വിപുലീകരിക്കുന്നതിനും വേറെ പല കാര്യങ്ങൾക്കും ആ പൈസ ഉപകാരപ്പെടുത്തിയത് എന്ന് ചോദിച്ച ചോദ്യത്തിന് എന്താ ഉത്തരം? നിങ്ങൾക്കുണ്ടാവും ഉത്തരം. ആ ഉത്തരത്തിൽ എന്താ ഒളിഞ്ഞിരിക്കുന്നത്? അപ്പോൾ എന്നിട്ട് അയാൾ ചോദിക്കുന്നു, 25 ലക്ഷം രൂപ മാത്രം മുടക്കി, എനിക്കൊരു വീടിനെ പറ്റി എല്ലാം അറിയാം, ഞാൻ വീട് പണിയുന്ന ആളാണ്. 25 ലക്ഷം രൂപ മാത്രം മുടക്കി പണിഞ്ഞ ഒരു വീടിന് 50 ലക്ഷമായി എന്തിന് ലോകം മുഴുവൻ, എന്തിന് 50 ലക്ഷം രൂപയായി എന്ന് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നു. പിന്നെ അന്ന് 24 ചാനൽ അവർക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ തന്നെയല്ലേ ഗ്രൂപ്പിൽ വന്ന് പറഞ്ഞത്, അത് വേറെ ആർക്കും വിട്ടുകൊടുക്കല്ലേ, നമ്മൾക്ക് തന്നെ അത് ഏറ്റെടുക്കണം. നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ ഈ ഭവനം സുധിയുടെ കുടുംബത്തിന്, സുധിയുടെ മക്കൾക്ക് വേണ്ടി ഈ വീട് വെച്ച് കൊടുത്താൽ അത് നമ്മുടെ കമ്പനിയുടെ വളർച്ചയ്ക്ക് വളരെ വലിയ കാര്യമാവുകയും ചെയ്യും, പരസ്യമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണല്ലോ ഓരോ തവണയും ആ വീടിൻ്റെ പല ഘട്ടങ്ങളും എടുത്ത് സ്വന്തം ചാനൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ട് സ്വന്തം കമ്പനിയുടെ പരസ്യം അവിടെ ഇടേണ്ടി വന്നത്. എന്തുകൊണ്ടാണ്, എന്തിനങ്ങനെ ചെയ്തു എന്നാണ് ആ വ്യക്തി ചോദിക്കുന്ന ചോദ്യം. ഇതിൽ നിന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഇവിടെ ആരാണ് കുറ്റക്കാരി? രേണുസുതിയാണോ വീട് വെച്ച് കൊടുത്ത ആളാണോ? നമ്മൾ ഏതൊരു മനുഷ്യർക്കും എന്ത് ചെയ്തു കൊടുത്താലും ഏറ്റവും ബെറ്റർ ആയിരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഏറ്റവും ബെറ്ററായിട്ടൊരു സാധനമല്ലേ ദാനമായിട്ട് നൽകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അതിൽ കള്ളത്തരം ചെയ്യുകയല്ലല്ലോ വേണ്ടത്. അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായെങ്കിൽ ശരി, അദ്ദേഹത്തിനറിയാം
ആ വീട് എങ്ങനെ പണിഞ്ഞു. ഇപ്പോൾ രേണുസുതിയെ പോലെ ഒരു വ്യക്തിക്ക് ഒരു വീട് പണിയുന്നതിനെ പറ്റിയോ അതിലെന്തൊക്കെ ചേർക്കുന്നു എന്നതിനെ പറ്റിയോ ഒരു രൂപരോഗം എനിക്ക് പോലും അറിയില്ല. എങ്ങനെ ഒരു സിമെൻറ്റിനകത്ത് എത്ര ക്വാണ്ടിറ്റി പിന്നെ മണൽ ചേർത്താൽ അത് കറക്റ്റായിട്ടിരിക്കും എന്ന് ആ കുട്ടിക്ക് അറിയുന്നുണ്ടാവില്ലേ, എനിക്കും അറിയില്ല. അതേപോലെ പക്ഷേ ഈ വീട് പണിയുന്ന ഇദ്ദേഹത്തിന് അറിയായിരിക്കുമല്ലോ. എന്തൊക്കെ ഏതെല്ലാം രീതിയിൽ അതിനെ സാധനങ്ങൾ കൃത്യമായ രീതിയിൽ അത് ചേർത്താൽ മാത്രമേ ആ വീട് പെർഫെക്റ്റ് ആയിരിക്കുള്ളൂ എന്ന്. അപ്പോൾ അദ്ദേഹത്തിനറിയാം ആ വീട് പണിയതിൽ പോരായ്മകളുണ്ട് എന്ന്. ആ പോരായ്മകൾ ഉണ്ടായിട്ട് പോലും ഒരു സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ അതിനെ തേച്ചുമയച്ച് കളയാനും ഹോരഹോരം പ്രസംഗിച്ചുകൊണ്ട് അയാൾക്കെതിരെ ആ പെൺകുട്ടി ഏറ്റവും മോശക്കാരിയായിട്ട് വരെ ചിത്രീകരിച്ചു. പറഞ്ഞു സ്വന്തം മകൻ വരെ അവൾക്കെതിരെ സംസാരിച്ചു എന്ന് വരെ പറഞ്ഞു. സ്വന്തം വീട്ടിൽ അവന് സ്ഥാനമില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ വല്യച്ഛൻ ആ കിച്ചു, എനിക്ക് സങ്കടം തോന്നിയൊരു കാര്യമാണ്. കിച്ചു ഇപ്പം 1 lakh ഫോളോവേഴ്സ് ആയപ്പോഴത്തേനും അത് ആഘോഷമായിട്ട് നടത്തി. അപ്പം ഞാൻ ചോദിക്കട്ടെ, പണ്ടൊരു കാലമുണ്ടായിരുന്നു സുധിക്ക് ഈ മകനെ ഒന്ന് ഏറ്റെടുക്കാൻ ചേർത്ത് പിടിക്കാൻ ആരുമില്ലാതിരുന്ന സമയത്ത് സ്റ്റേജിന് ബാക്കിൽ കൊണ്ട് കിടത്തിയിട്ട് സ്റ്റേജുകളിൽ കയറി പെർഫോമൻസ് ചെയ്തിരുന്ന ഒരു കാലം. അന്ന് ഈ വല്യച്ഛൻ, വല്യമ്മ, മക്കൾ, അമ്മ ഒക്കെ എവിടെയായിരുന്നു? അതിൻ്റെ ഉത്തരം നിങ്ങൾ തന്നാൽ മതി എനിക്ക്. അന്ന് ഇവരൊന്നും ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ട് അന്നും ഏറ്റെടുത്തില്ല? അന്ന് ഈ കുഞ്ഞിനെ നെഞ്ചോട്ട് ചേർത്ത് പിടിക്കാൻ, അല്ലെങ്കിൽ ഈ അമ്മ ഇവിടെ വന്ന് നിന്നിട്ട് പറയായിരുന്നല്ലോ, മോനെ നിന്റെ ഭാര്യ കളഞ്ഞിട്ട് പോയില്ലേ, അമ്മ ഇവിടെ നിന്റെ കൂടെ നിന്നോളാം, ഞാൻ ഈ കുഞ്ഞിനെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് ഈ അമ്മ അന്ന് വന്നില്ല? 13 വയസ്സിലോ 11 വയസ്സിലോ അവിടെ കയ്യിൽ കിട്ടി 18 വയസ്സ് വരെ വളർത്തിയത് രേണുസുതി തന്നെയല്ലേ. ഇപ്പം അവന് തൻ്റെ ഇടമായി, ബന്ധുക്കളായി, എല്ലാവരുമായി. അതിനു മുമ്പ് എന്തുകൊണ്ട് ഈ അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് ബന്ധുക്കളുടെയൊക്കെ വീടുകളിൽ അവൻ പോയി നിന്നില്ല? ഈ അച്ഛമ്മയെ ചേർത്ത് പിടിച്ചില്ല? ഇപ്പം അവൻ തന്നെ പറയുന്നുണ്ട് അച്ഛമ്മയ്ക്ക് ഓർമ്മക്കുറവാണ്, ഒരുപാടേറെ ഓർമ്മക്കുറവ്, അച്ഛൻ്റെ മരണശേഷം ഒരുപാടേറെ ഓർമ്മക്കുറവുള്ളത് കൊണ്ടാണ് ഞാൻ അച്ഛമ്മയുടെ അടുത്ത് പോയി നിൽക്കുന്നതെന്ന്. അങ്ങനെയുള്ള ഈ അച്ഛമ്മ വീട്ടിൽ വന്ന് നിങ്ങളെല്ലാം പറയുന്നുണ്ടല്ലോ, സുധിയുടെ അമ്മ അവിടെ വന്ന് നിൽക്കട്ടെ, സുധിയുടെ അമ്മ ഈ കുഞ്ഞിനെ നോക്കട്ടെ. ഓർമ്മകളില്ലാത്ത ഈ അമ്മ എങ്ങനെ ഈ സുധിയുടെ മകനെ 5 വയസ്സുള്ള കുഞ്ഞിനെ നോക്കും? 5 വയസ്സുള്ള കുഞ്ഞെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഞാൻ കണ്ടെടുത്തുള്ള കുട്ടി കുരുത്തക്കേടില്ലാത്ത കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ പോലും 5 വയസ്സുള്ള കുട്ടിയെ ഒരുപാട് കെയർ കൊടുക്കേണ്ട കുട്ടിയാണ്. കുരുത്തക്കേടുകളുണ്ടാവും, അവൻ്റെ പല പല ഇഷ്ടങ്ങളും ഒക്കെ സാധിച്ചു കൊടുക്കേണ്ടിയിട്ട് വരും. അപ്പം അവൾക്ക് പോയി ചേർത്ത് പിടിക്കാൻ ആരുമില്ല. അവിടെ അമ്മയച്ഛനും മാത്രമേ ഉള്ളൂ. ഭർത്താവ് മരിച്ചു കഴിഞ്ഞു. ഉണ്ടായിരുന്ന ഭർത്താവ് ഇത്രയും കാലം ഉണ്ടായിരുന്നപ്പോൾ ഈ അമ്മയച്ഛനോട് താമസിക്കാൻ കഴിയില്ലല്ലോ. അവൾക്കൊപ്പം ഈ അമ്മയച്ഛനുണ്ടായിരുന്നു, അവിടെ അമ്മയച്ഛനുണ്ടായിരുന്നില്ലല്ലോ. ഈ ചേച്ചിയോ സഹോദരങ്ങളോ ആരും ഉണ്ടായിരുന്നില്ല. അവൾ സുധിക്കൊപ്പം തന്നെ ജീവിച്ചത്. സുധി നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഇവരെല്ലാം അവളിലേക്ക് വരുന്നത്. കാരണം അവൾക്കൊരു താങ്ങോ തണലായിട്ട് വേറൊരാളുമില്ലാത്തത് കൊണ്ട്. 20 വയസ്സുള്ളൊരു മകനുണ്ട്, ഞാൻ വളർത്തി എന്ന് പറയുന്ന. അവൻ്റെ ഒറ്റ വാക്കി തീരാവുന്ന പല പ്രശ്നങ്ങളുമുണ്ട് ഇന്ന് ഈ സമൂഹത്തിൽ നടക്കുന്നതിൽ. എൻ്റെ അമ്മയെപ്പറ്റി നിങ്ങളാരും അനാവശ്യം പറയേണ്ട കാര്യമില്ല, ഞങ്ങൾ തമ്മിലുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞോളാം എന്നൊറ്റ വാക്കിൽ തീരാം. പിന്നെ ആ വീഡിയോ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. കിച്ചു അവിടെ ബൈക്കിൽ വന്നിറങ്ങുന്ന സമയത്ത് ആ വീട്ടിലെ വ്യക്തി, അത് ആരാണെന്ന് അറിയത്തില്ല, അയാൾ ഇറങ്ങി വന്ന് കിച്ചുവിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കിച്ചു അയാൾ പറയുന്ന ഒരു വാക്കിനും തിരിച്ച് മറുപടി പോലും പറയാതെ ഋതപ്പനെ എടുത്ത് പിന്തിരിഞ്ഞ് നടക്കുക ചെയ്യുന്നത്. അവിടെ കിച്ചുരെ അവഗണിച്ചത് അവരോ, കിച്ചു അവരെയോ അവഗണിച്ചത്. എന്നിട്ട് നിങ്ങളുടെ ഒന്നും കണ്ണിൽ അതൊന്നും പെട്ടില്ല. എന്തുകൊണ്ട് നിങ്ങളുടെ ആരുടെയും കണ്ണിൽ അത് പെട്ടില്ല? അവഗണന ഏറ്റുവാങ്ങണോടോ? അപ്പോഴേ അതിൻ്റെ ആ ബുദ്ധിമുട്ടും വേദന മനസ്സിലാവും. പിന്നെ എൻ്റെ പൊന്നു ബിഷപ്പേ, നിങ്ങളെ ഞാനത് കൈകൂപ്പി ഒന്ന് തൊഴുതട്ടെ. നാണമില്ലേ ഇങ്ങനെ വിളിച്ചു കൂവാൻ? നിങ്ങൾ ദാനം കൊടുത്ത വസ്തുവാണെങ്കിൽ ദാനം കൊടുത്തത് അവിടെ വിട്ടേക്കുക. ദൈവം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഇടത്തെ കൈ കൊണ്ട് കൊടുക്കുന്ന വലത് കൈ കൊണ്ട് അറിയരുതെന്ന്. എടോ, ഞങ്ങളും ഒക്കെ കൊടുക്കാറുണ്ട് എല്ലാ മാസവും. ഒരാളും അറിയാറില്ല, വിളിച്ചു കൂവി നടക്കാറുമില്ല. അതല്ല അതിൻ്റെ ശരി. താൻ ഈ ദാനമായിട്ട് കൊടുത്ത ആ വസ്തുവിൻ്റെ പേരിൽ ഇങ്ങനെ ഇരുന്ന് ചാനലുകളിൽ ഇരുന്ന് അവഹേളിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ താൻ കൊടുത്ത ദാനത്തിൻ്റെ വാല്യൂ പോലും നഷ്ടപ്പെട്ടു പോകുക. ദൈവത്തിൻ്റെ തിരുമയ്പ്പ് പോലെ അതിന് വിലയില്ലാതായിപ്പോയല്ലോ. താനൊരു ബിഷപ്പല്ലേ, താനെന്ന് വിളിക്കാതിരിക്കാൻ നിർവാഹമില്ല എന്നോട്ട് പറയാ. ഞങ്ങളൊക്കെ വൈദ്യരെ ബഹുമാനിക്കുന്നവർ തന്നെ, സ്നേഹിക്കുന്നവർ തന്നെയാണ്. വൈദികരെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അഭിഷിക്തരാണെന്ന് പറയും. താൻ എങ്ങനെ അഭിഷിക്തനാവുന്നത്? താനൊരു അഭിഷിക്തനായിരുന്നെങ്കിൽ താങ്കൾ കൊടുത്ത വസ്തുവിനെ പറ്റി ആ ഒരു സംസാരം വരുമ്പോൾ തന്നെ താങ്കൾക്ക് പറയാം, എനിക്കിതിനോട് സംസാരിക്കാൻ താല്പര്യമില്ല, ഞാൻ കൊടുത്തത് കൊടുത്തു കഴിഞ്ഞു, ഞാൻ ദാനമായി കൊടുത്തതാണ്, ഇനി അതിനെപ്പറ്റി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ആ വിഷയം അവിടെ വിടുകയായിരുന്നു വേണ്ടത്. അതിന് പകരം പിന്നെയും ആ ചാനലിൽ കുട്ടിയത് ഞാൻ കൊടുത്തത് തെറ്റായിപ്പോയി, എനിക്ക് വിഷമമായിപ്പോയി, ഞാൻ കൊടുത്തത് രേണുവിൻ്റെ ഭാര്യയ്ക്ക് അപ്പനും അമ്മയ്ക്കും അല്ല, ഞാൻ ആ കുഞ്ഞുങ്ങൾ. ശരി, നിങ്ങൾ ചെയ്ത ഏറ്റവും നല്ലൊരു പുണ്യകർമ്മമാണ്. പിന്നെയും അത് ചാനലുകളിൽ വന്നിരുന്ന് എന്തിന് ഇങ്ങനെ അവഗണിക്കേണ്ട കാര്യമെന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. അതിനെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ അവഗണിക്കുന്നത്? അടുത്തൊരു വിഷയം, ഇന്നലെ ഞാനൊരു വീഡിയോ കാണുകയുണ്ടായി. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടറുടെ
മകളാണ്. 18-19 വയസ്സുള്ള പെൺകുട്ടി. പെൺകുട്ടി ഇട്ടിരിക്കുന്ന വേഷം എന്ന് പറയുന്നത് ചെറിയൊരുടുപ്പ് പട്ടസിന് താഴെയാണ് അതിൻ്റെ പാൻറ്റിരിക്കുന്നത്. അത് ഡാൻസ് കളിക്കുകയാണ്. വയറ് ഫുള്ള് കാണിച്ചിട്ടുണ്ട്, പൊക്കിൾ കാണിച്ചിട്ടുണ്ട്, എല്ലാം കാണിച്ചിട്ടുണ്ട്. നല്ല ഡാൻസ്, സൂപ്പർ ഡാൻസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. വയറ് വെച്ചാണ് കുട്ടി ഡാൻസ് കളിക്കുന്നത്. ഞാൻ ആ വീഡിയോയുടെ അടിയിൽ പോയെന്ന് നോക്കി, ലൈക്കുകൾ മാത്രം. ഒരൊറ്റ മോശം കമൻസ് അതിൻ്റെ അടിയിലില്ല. പെൺകുട്ടിയാണ്, വിവാഹം കഴിക്കാത്ത പെൺകുട്ടിയാണ്. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, നല്ല അറിയപ്പെടുന്ന ഒരു ആക്ട്രസിൻ്റെ മകളാണ്. ആക്ട്രസുമാണ്, അമ്മ ആക്ട്രസുമാണ്, അച്ഛൻ ആക്ടറാണ്. അവരുടെ മകളാണ്, മലയാളിയാണ്, നമ്മളെല്ലാം അറിയുന്ന വ്യക്തിയാണ്. അതിൻ്റെ അടിയിൽ ചെന്നേ മോശം ഒരു കമൻസ് ഇടാൻ പേടിയുണ്ട്. പണിപ്പാലും വെള്ളത്തിൽ കിട്ടുമെന്നറിയാം. ധൈര്യമുണ്ടോ ഇവിടെ കുത്തിയിരുന്ന് രേണുസുതിയുടെ വയറ് കണ്ടുവെന്നും പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ എടുത്തിട്ട് അലക്കി വെളുപ്പിച്ച് വേണ്ടാദിനങ്ങൾ പറഞ്ഞ് പെണ്ണുൾപ്പെടെ ആണുൾപ്പെടെ ഞാൻ വെല്ലുവിളിക്കുക. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ആ വീഡിയോ എടുത്തിട്ടിട്ട് ഒരു റിയാക്ഷൻ വീഡിയോ, ആ വീഡിയോ എടുത്തിട്ട് ഈ വീഡിയോ കണ്ടോ, അച്ഛനും അമ്മയില്ലേ നിങ്ങൾക്ക്, എന്താ ഇത് ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന രീതിയിൽ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? ധൈര്യം ഉണ്ടാവില്ല. കാരണം ചാനലിന് അവിടെ കാണത്തില്ല, അതിനുള്ള പണി അവർ ചെയ്യും. അത് നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. രേണുസുതിയാകുമ്പോൾ എന്തും പറയാലോ. ഞാൻ രേണുസുതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയല്ല. ഞാൻ ഈ ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്തൂ. ആ അനുജ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പോസ്റ്റ് പോയി നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് നോക്കാം, ഫേസ്ബുക്കിലെ പോസ്റ്റ്. ആ പെൺകുട്ടിയുടെ പോസ്റ്റല്ല, അതിൻ്റെ അടിയിൽ വന്ന ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ പലരുടെയും മറുപടികൾ നല്ല കൃത്യമായ മാനദണ്ഡത്തിൽ എഴുതിയിട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും രേണുസുതിയായിരുന്നു ശരി, അതോ ഈ കിടന്ന് ബഹളമുണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു ശരി. നമ്മൾക്ക് ഈ ലോകത്തുള്ള എല്ലാവർക്കും തെറ്റുകുറ്റങ്ങളുണ്ട്. ഈ പറയുന്ന ഞാനും എനിക്കുമുണ്ട് തെറ്റുകുറ്റങ്ങൾ. പിന്നെ ഒരു പെൺകുട്ടി ഇരുന്ന് ചാനലിലിരുന്ന് മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രേണുസുതിനെ പറ്റി. രേണുസുതി അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതാണ്, ഇതാണ്, കുഴപ്പമാണെന്ന് പറയാൻ. ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കി. അപ്പം അതിലെഴുതിയിട്ടിരിക്കുന്നത് എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടമാണ്, എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും, ചോദ്യം ചെയ്യാൻ ആരും വരരുത്. ഓഹോ, അപ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ള രീതിയിൽ ജീവിക്കും, എൻ്റെ ജീവിതം എൻ്റെയാണ്, ഈ അവകാശങ്ങളൊന്നും രേണുസുതിക്കില്ലേ? നിനക്ക് മാത്രമുള്ള അവകാശമാണോ കുഞ്ഞേത്? നാണമില്ലേ നിനക്കൊക്കെ ഇങ്ങനെ ഇത് പറയാനായിട്ട്? നിനക്ക് അവകാശമുണ്ട്, നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ നീ എനിക്ക് ജീവിക്കാം, നിൻ്റെ ജീവിതം നിൻ്റെയാണ്, അത് ചോദ്യം ചെയ്യാൻ ആരും വരരുത്. പക്ഷേ രേണുസുതി എന്താ കരം തിരുവായിട്ട് കിടക്കുന്ന വ്യക്തിയോ? ഞാൻ അവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല. ചിലരുടെയൊക്കെ രീതികളാണ്. ഞാൻ എനിക്കിഷ്ടമുള്ള രീതി ജീവിക്കും, ഞാൻ എനിക്കിഷ്ടമുള്ള വസ്ത്രമായിരിക്കും, ഞാൻ എനിക്കിഷ്ടമുള്ളിടത്ത് പോകും. പക്ഷേ ഇതൊന്നും രേണുസുതിക്ക് പാടില്ല. അതെന്തൊരു നിയമമാണോ അതൊക്കെ? ഇങ്ങനൊരു വീഡിയോ ചെയ്യണ്ട എന്ന് കരുതി ഈ അനുജയുടെ നിങ്ങളെല്ലാവരും, എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും ചെന്ന് അനുജ ആ പെൺകുട്ടിയുടെ പോസ്റ്റ് കാണണം. അതിനടിയിൽ വന്നിട്ടുള്ള ഓരോ കമൻസുകളും കണ്ടിട്ട് നിങ്ങൾ വിലയിടുക. ഇവിടെ ആരാണ് തെറ്റുകാരെന്ന്? രേണുസുതിയാണോ, വീട് കൊടുത്തവരാണോ, അതോ ഇതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളാക്കി തീർത്തവരാണെന്ന്? ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഒരു കാര്യങ്ങളും തിരക്കിയാൽ പെൺകുട്ടി വരുന്നില്ല. എന്നിട്ട് നിങ്ങളൊക്കെ ഒരുപാട് പെൺകുട്ടി ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ 30 വയസ്സ്, 35 വയസ്സ്, 28 വയസ്സ് ഈ ജീവിത വഴികളിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തു കൂട്ടി വെച്ചെന്ന് കൃത്യമായിട്ട് കണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ദൈവം എന്ന മഹാശക്തി. ദൈവം വചനം എഴുതി വെച്ചിട്ടുണ്ട്. ആരും അറിയാതെ രഹസ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരിക്കൽ പുരമുകളിൽ നിന്ന് വിളിച്ചു പോകുമെന്ന്. പിന്നെ മറ്റൊന്നു കൂടി എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? മുന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം അവൻ ചിരിച്ച മുഖത്തോടെ നിൻ്റെ മുന്നിൽ നിന്നിട്ട് പല്ലുറുമി കാട്ടുമെന്ന്. അതാണ് മനുഷ്യൻ. അതുകൊണ്ട് എന്നെ ആരെങ്കിലും ക്രിറ്റിസൈസ് ചെയ്താൽ വന്നാൽ ഐ ഡോണ്ട് ബോദർ ഇറ്റ്. കാരണം എനിക്ക് നിങ്ങളുടെ ആരുടെയും ബെറ്റർ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. പിന്നെ എൻ്റെ ചാനലിൻ്റെ അടിയിൽ വന്ന് ചൊറിയൻ കുപ്പായമായിട്ട് വന്ന് അനാവശ്യങ്ങൾ വിളമ്പാൻ ആരെങ്കിലും വന്നാൽ ഞാൻ രേണുസുതിയല്ല. ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് ഇമെയിലായിട്ട് യൂട്യൂബിന് അയച്ചു കൊടുക്കും. നിങ്ങളുടെ ID പിന്നെ അവിടെ ഉണ്ടാവില്ല. അതിപ്പോൾ 2-3 പേർക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ചൊറിയൻ കുപ്പായമായിട്ട് ഒരുപാട് ചൊറിയാനായിട്ട് എൻ്റെ ചാനലിൻ്റെ അടിയിൽ വന്ന് കമൻസ് ഇടാൻ വരരുത്. അപ്പം ഞാനതിവിടെ പ്രതികരിക്കാനൊന്നും വരികയൊന്നുമില്ല. ഞാൻ പ്രതികരിക്കാൻ വരുമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ ഞാൻ പ്രതികരിക്കാൻ വരത്തതുമില്ല. പക്ഷേ ഞാൻ അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കും, അത് ഇമെയിലായിട്ട് ഞാൻ യൂട്യൂബിന് അയച്ചു കൊടുക്കുക തന്നെ ചെയ്യും. ഇതാണ്. എന്നിട്ട് യൂട്യൂബിനോട് ഞാൻ അല്ലെങ്കിൽ തന്നെ യൂട്യൂബിനോട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ച് വെച്ചിട്ടുണ്ട്. എന്തൊരു കൾച്ചറാണ് കേരളത്തിലുള്ള മനുഷ്യരുടെയും. മറ്റുള്ളവരെ ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ലേ? ഞാൻ നിരന്തരം അവരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. ഇങ്ങനെ മറ്റുള്ളവരുടെ സ്വന്തം ചാനലിൽ ഇരുന്ന് അന്യ ആൾക്കാരെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിയമങ്ങളൊന്നുമില്ലേ ഇത് ബാൻഡ് ചെയ്യാൻ? അല്ലെങ്കിൽ ഇതിനൊരു നടപടി വരുത്താൻ ഒരു നിയമങ്ങളുമില്ലേ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും അവരോട് ഞാൻ. അപ്പോൾ നിങ്ങൾ തന്നെ ഇതൊക്കെ കേട്ടിട്ട് തീരുമാനിക്കുക ആരായിരുന്നു ശരിയെന്ന്. പിന്നെ പൊന്നുമോനെ കിച്ചു, ഇതിനോട് പറയാൻ എനിക്കൊന്നേ ഉള്ളൂ.
ഇപ്പം നിൻ്റെ കൂടെ നിൽക്കാൻ ഒരുപാടേറെ പേരുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരിക്കൽ സ്നേഹത്തോടെ ആ പെണ്ണ് നിന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, ഒരമ്മയെന്ന നിലയിൽ നിന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ, ആ പെണ്ണിൻ്റെ കണ്ണ് നിറയേണ്ട വരത്തല്ലേ. കാരണം നീ അവൾക്കെതിരെ ഒരു ലൈവ് ഇട്ടു എന്ന് പറഞ്ഞൊരു പോസ്റ്റ് വന്നപ്പോൾ അവൾ കരയുന്നത് ഞാൻ കണ്ടു. ആ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ പൊഴിഞ്ഞു വീണ പൊന്നു മോനെ നീ നിന്ന് കത്തുവടാ. ആരും കാണത്തില്ല നിൻ്റെ കൂടെ നിൽക്കുന്ന വല്യച്ഛനും വല്യമ്മയും നിൻ്റെ കൂടെ നിൽക്കുന്ന ഒരെണ്ണം കാണത്തില്ല നിന്നെ രക്ഷപ്പെടുത്താനായിട്ട്. അതൊരമ്മയുടെ കണ്ണുനീരാണ്. നീ മനസ്സിലാക്ക്, നിൻ്റെ അച്ഛൻ നിന്നെ സ്റ്റേജുകളിൽ കൊണ്ടുകിടത്തി ഒറ്റയ്ക്ക് പോയൊരു കാലഘട്ടമുണ്ട്. അന്ന് ഈ പറയുന്ന വല്യച്ഛനോ വല്യമ്മയോ ബന്ധുക്കാരോ അമ്മയോ ആരും ഉണ്ടായിരുന്നില്ല. അയാൾ ഒറ്റയ്ക്ക് നടന്നു. ആ കാലഘട്ടത്തിൽ അയാൾ ചേർത്ത് പിടിച്ചതാണ് നിൻ്റെ അമ്മ. അന്നു മുതൽ ഇന്ന് വരെ നിന്നെ ചേർത്ത് പിടിച്ച് വളർത്തിയത് അവളല്ലേ. ആരോ ആയിക്കോട്ടെ അവൾ ചേർത്ത് പിടിച്ചില്ലേ, ഒരു നേരമെങ്കിലും നിന്നെ ഒന്ന് സ്നേഹിച്ചില്ലേ ആ പെൺകുട്ടി. ആ ഒരു സ്നേഹം മാത്രം നീ കരുതിയാൽ മതി അവൾക്ക് കൊടുക്കേണ്ട ഒരമ്മ എന്ന് നീ അവളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, പൊന്നുമോനെ എനിക്ക് നിന്നോട് പറയാം, ഞാനും ഒരു അമ്മയാണ്, പറയാനൊന്നേ ഉള്ളൂ. അവിടെ കണ്ണ് നിന്നെ പ്രതി നിറയാൻ ഇടവരരുത്. അപ്പോൾ ആ കണ്ണുനീരിൻ്റെ ആ വേദനയുണ്ടല്ലോ, ഒരുപാട് നിനക്ക് ശാപമായി തരും. അന്ന് നിൻ്റെ കൂടെ നിൽക്കുന്ന ഈ ഒരു മനുഷ്യരും ഉണ്ടാവില്ല. നിനക്ക് ആഘോഷങ്ങളിൽ കേക്ക് കട്ട് ചെയ്ത് തരാനും ഒക്കെ ഒരുപാട് പേര് ഇപ്പോൾ ഉണ്ട്. നിൻ്റെ കൂടെ നിന്ന് നിന്നെ വെച്ച് കളിക്കുന്നവർ ഒരുപാടുണ്ട്. പക്ഷെ മനസ്സിലാക്കുമെന്ന്, ആ പെൺകുട്ടി അന്ന് നിന്നെയോ നിൻ്റെ അപ്പനെയോ ഏറ്റെടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അതൊരു ചെറിയ പെൺകുട്ടിയായിരുന്നു. പിന്നെ അവിടെ പഴയകാലം പൂർവ്വകാലം ഒക്കെ തിരക്കി ഒരുപാട് പേരിങ്ങനെ അലയുന്നുണ്ട്. അതവരുടെ ഒരു സുഖം. ഈ പൂർവ്വകാലങ്ങൾ മറ്റുള്ളവരുടെ പൂർവ്വകാലങ്ങൾ തിരക്കി പോകുന്നതും അതൊക്കെ മറ്റുള്ളവരുടെ മുമ്പേ പബ്ലിഷ് ചെയ്ത് ആളാവുന്നതൊക്കെ മറ്റുള്ളൊരു സുഖം. അതിനെക്കുറിച്ചൊന്നും ഞാനൊന്നും പറയുന്നില്ല. കാരണം കാലം ഇതിനൊക്കെ മറുപടികളുള്ളൊരു കാലമുണ്ട്. നാളെ ഇതിനേക്കാൾ തിരിച്ചടികൾ ഇവർക്ക് കിട്ടി നിൽക്കുന്ന ഒരു കാലമുണ്ടാവും. അപ്പോൾ എല്ലാവരും മറക്കണ്ട, ഫേസ്ബുക്കിൽ പോയി അനുജ എന്ന വ്യക്തിയുടെ പോസ്റ്റ് കാണാം. ആ പോസ്റ്റിൻ്റെ ഇടയിൽ കാര്യകാരണ സഹിതം ഓരോന്നും വ്യക്തമായിട്ട് ഓരോരുത്തരും പറഞ്ഞിട്ടിട്ടുണ്ട്. ആ മറുപടികളും ഒന്ന് കാണുക. എന്നിട്ട് ചൊറിയൻ പുഴുക്കളെ പോലെ എൻ്റെ ചാനലിൻ്റെ അടിയിൽ വന്ന് കമൻസ് ഇടാൻ വരുന്നവരോട് ഒറ്റന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നിനും മറുപടി പറയാൻ ഞാൻ വരില്ല. ആരും പ്രതീക്ഷിക്കില്ല മറുപടി പറയാൻ വരുമെന്ന്. ഒരുത്തനും വന്ന് എൻ്റെ ചാനലിൽ ഇതിട്ടിട്ടുണ്ടായിരുന്നു, ഒരു പെണ്ണ് മറുപടി ഇട്ടിട്ടുണ്ടായിരുന്നു രേണുസുരേതിന്. അതിനെന്താ, ഇപ്പം നമ്മുടെ പ്രായമായ അമ്മമാരൊക്കെ സാരിയും ബ്ലൗസും ഇതൊക്കെ അല്ലേ ഇട്ടുണ്ടാക്കുന്നത്, അപ്പോൾ വയറ് കാണുന്നില്ലേ, പണ്ട് മുതലേ അങ്ങനെ തന്നെ ഇല്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പറയുന്നു, നിൻ്റെ വീട്ടിലിരിക്കുന്ന നിൻ്റെ പിന്നെ മക്കളും ഒക്കെ എങ്കിൽ വയറ് കാണിച്ചുകൊണ്ട് നടക്കട്ടെ എന്ന്. അതിനൊക്കെ മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല മോനെ ചക്കരേ. മറുപടി ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ നീ ഇട്ട ഞാൻ ഇത് ഞാനങ്ങ് ഇമെയിൽ അയച്ചു കൊടുത്തവർക്ക്. ഇതിൻ്റെയൊക്കെ കൾച്ചർ അവരോടൊന്ന് അറിയട്ടെ. അത് അപ്പോഴേ ഞാൻ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് ഇമെയിൽ അയച്ചിട്ട് നിന്നെ ഹൈഡും ചെയ്തു. അത്രേ ഞാൻ ചെയ്യുള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ, മനസ്സിലാക്കി വെച്ചേക്കുക. നീയൊക്കെ ഇടുന്നത് വെണ്ടക്കേശ്വരത്തിൽ എഴുതി വിടുന്ന സാധനങ്ങൾ മെസ്സേജ് എന്നും പറഞ്ഞ് എഴുതി ഓരോ ചാനലിൻ്റെ അടിച്ചിരുന്ന തെളിവുകളെന്നല്ല, ഒന്നാം തരം തെളിവുകൾ. നീയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെയൊക്കെ ഐ ഡി ഇരുന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ള തെളിവാണത്. ആ തെളിവാണ് എടുത്ത് നമ്മൾ എടുക്കുക, ഇങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക, ഇമെയിൽ അങ്ങ് അയച്ചു കൊടുക്കുക. വേറെ പരിപാടിയൊന്നും വേണ്ട. അവരൊന്നും അറിയട്ടെ ഈ ചാനലിലിരുന്ന് ഇമാതിരിയുള്ള കന്നതിരിവൊക്കെ പറയുന്നത്. ഇവിടെ മലയാളം അറിയാവുന്നവരൊക്കെ കാണുമല്ലോ. അപ്പോൾ ശരി, ടാറ്റ ബൈ ബൈ. നമുക്ക് വീണ്ടും പാക്കലാം എൻ്റെ ചാനലുമായിട്ട്.